ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. ഇനിതാ 2 ദിവസത്തോടെ കഴിഞ്ഞാൽ ഓണം എത്തിയല്ലേ. ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ 21ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു മധുരക്കറിയുടെ റെസിപ്പിയാണ്. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഈ മധുരക്കറി വിളമ്പാറുണ്ടോ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ സദ്യയ്ക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് മധുരക്കറി. ഇത് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു വേണ്ടത്, പക്ഷെ നമ്മുടെ അത്ര പഴുത്തിട്ടില്ല കേട്ടോ. അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മധുരക്കറി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ടേസ്റ്റും അതുപോലെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കതിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ട് തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോകണ്ട, എന്നാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതിക്കൊന്ന് അരച്ചെടുക്കണേ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ അരമുറി ശർക്കര എടുക്കുന്നുള്ളേ. അത് നമ്മൾ ഉരുക്കി പാനിയായിട്ടാട്ടോ എടുക്കുന്നത്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. പൈനാപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാകുമേ. മധുരക്കറിയാണല്ലോ, അപ്പം അധികം എരിവിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെകയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം നല്ലൊരു വേവ് തന്നെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പൈനാപ്പിൾ നമ്മൾ ഓൾമോസ്റ്റ് 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് പൈനാപ്പിളിന് വേവുണ്ട്. അപ്പം 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് കുക്കായി നമ്മുടെ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നമ്മുടെ ശർക്കരയാണ്. അത് നമ്മുടെ മധുരത്തിൻ്റെ പാകം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. ഇപ്പോൾ മധുരക്കറി ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ നമ്മുടെ കൈതച്ചക്ക അത്ര പഴുക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ചധികം ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണേ. ഈ ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് വറ്റി പൈനാപ്പിളിൻ്റെ പീസസിലെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന പോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പോൾ നന്നായിട്ട് ശർക്കരപ്പാനിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് ആ തേങ്ങയുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. കണ്ടോ, ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ തേങ്ങയുടെയും ജീരകത്തിൻ്റെ ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ തേങ്ങയുടെ അരപ്പും ജീരകത്തിൻ്റെ ഫ്ലേവറും ആ ശർക്കരയും എല്ലാം കൂടി നമ്മൾ പൈനാപ്പിളിൻ്റെ പീസസിലാകുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ആ തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ട് കുക്കാവുന്ന പോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ കുറച്ച് ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരമുറിയോളം തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് വറുത്തിട്ട് കൊടുക്കണം. നന്നായിട്ട് വറുത്താലേ ആ ഒരു ഫ്ലേവർ നമുക്ക് നമ്മുടെ കറിക്ക് കിട്ടുള്ളേ. അപ്പം നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കണേ. ഇനി ഈ വറുത്ത് വെച്ച തേങ്ങ നമ്മുടെ നേരത്തെ കുക്കായിരിക്കുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഏത് കറിയാണെങ്കിലും തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറല്ലേ ആ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മധുരക്കറിയുടെ കൂടി ആ തേങ്ങ വറുത്തതിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാനേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ആയിട്ടില്ല, ഇനിയും നമുക്ക് കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങ വറുത്ത അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കാഷ്യൂനട്ട് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ കപ്പലണ്ടി എന്നാണ് കാഷ്യൂനട്ടിന് പറയുന്നത്. നമ്മുടെ കപ്പലണ്ടി ഒന്ന് മൂക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മളതിലേക്ക് 3 വറ്റൽമുളകാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില, 1 തണ്ടോളം കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നന്നായിട്ട് നമ്മുടെ കപ്പലണ്ടിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി മൂത്ത് വരുമ്പം അത് നമ്മുടെ മധുരക്കറിയുടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ.
അപ്പോൾ അതാ നന്നായിട്ട് അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മധുരക്കറിയിലേക്ക് ഇപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കപ്പലണ്ടിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസസിലേക്ക് ഈ ഫ്ലേവർ എല്ലാം ശരിക്കും കിട്ടുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ സദ്യക്ക് മസ്റ്റായിട്ട് എല്ലാവരും വിളമ്പുന്ന ഒരു ഡിഷാട്ടോ ഈ മധുരക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ മധുരക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വട്ടത്തെ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ മധുരക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഓണം സീരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ദാ ഈ വട്ടത്തെ ഓണത്തിന് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓണം സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി മറക്കാതെ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.